ഹലോ ഫ്രണ്ട്സ്, നിങ്ങളൊരു ലോൺ എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യതകൾ നിങ്ങൾക്കുണ്ടോ? ഇത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ അസറ്റ്സിനെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് അത് നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ആ പോളിസിയിലെ ബെനിഫിറ്റ്സ് ഇത്തരം സാഹചര്യങ്ങളിൽ കടക്കാർ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഈ ഇടയ്ക്ക് ഒരു 40 വയസ്സുകാരനായ ഒരു ഡോക്ടറിന് മെഡിക്കൽ നെഗ്ലിജൻസിന് വേണ്ടിയിട്ട് കേസെടുത്തു. കോടതി അദ്ദേഹത്തിന്റെ ആ പേഷ്യന്റിന് ഏകദേശം 2 കോടി രൂപയുടെ കോമ്പൻസേഷനാണ് വിധിച്ചത്. ഇത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അയാളുടെ വീടും അയാളുടെ ക്ലിനിക്കും അതേപോലെ തന്നെ ഈവൻ ലൈഫ് ഇൻഷുറൻസ് പ്രൊസീഡ്സ് വരെ അറ്റാച്ച് ചെയ്യാനാണ് വിധി വന്നത്. അപ്പൊ ഇത്തരം കേസസ് ഡൽഹിയിൽ മാത്രം ഏകദേശം 30 മുതൽ 40 എണ്ണം മാസാമാസം വരാറുണ്ട് എന്നുള്ളതാണ് കണക്ക്. നമ്മുടെ ഇന്ത്യയിലെ ഇതുവരെ സെറ്റിൽ ആവാത്ത കേസസിന്റെ കൗണ്ട് എടുക്കണമെങ്കിൽ ഏകദേശം 5 കോടിയിൽ പരം വരും. അപ്പൊ നമ്മുടെ ബിസിനസ് ഓണേഴ്സും അതേപോലെ തന്നെ പ്രൊഫഷണൽസും സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും വളരെ അത്യാവശ്യമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ അസറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇതിനൊരു പ്രതിവിധിയായിട്ട് നമുക്ക് ഏതൊരു പോളിസി എടുക്കുമ്പോഴും അതിന്റെ കൂടെ നമുക്ക് MWPA എന്ന് പറഞ്ഞ ഒരു ടൂൾ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ ഇത് പ്രകാരം ഒരു പോളിസി നമ്മൾ MWPA വഴി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പോളിസിയിലുള്ള ബെനിഫിറ്റ്സ് കംപ്ലീറ്റ്ലി വൈഫിനും ചിൽഡ്രനും മാത്രം കിട്ടുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പൊ ഈ പോളിസിയിൽ കോടതിക്കോ ബാങ്കിനോ ഒരു ക്രെഡിറ്റേഴ്സിനും യാതൊരു അവകാശവും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പോളിസീസിനെ നമുക്ക് അറ്റാച്ച് ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ ആർക്കൊക്കെ MWPA അല്ലെങ്കിൽ മാരീഡ് വുമൺസ് പ്രോപ്പർട്ടി ആക്ട് യൂസ് ചെയ്യാം? ഒരു മാരീഡ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഈ പോളിസി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബെനിഫിഷ്യറീസ് എന്നുള്ളത് ഐദർ നമുക്ക് വൈഫിനെ മാത്രമോ അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളും അല്ലെങ്കിൽ കുട്ടികൾക്ക് മാത്രമായിട്ടും നമുക്ക് ഈ പോളിസി ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ പെൻഷൻ പ്ലാൻ അല്ലാതെ ഏതൊരു പ്ലാനിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് MWPA അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനിയുള്ള പോളിസീസിൽ MWPA അറ്റാച്ച് ചെയ്യാൻ നിങ്ങൾ മറക്കില്ലല്ലോ അല്ലെ? ഹാപ്പി സെല്ലിംഗ്.